ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സീറോ മലബാർ സഭയിൽ നിന്നും സുപ്രധാന പ്രഖ്യാപനം. ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്കും ശംഷാബാദ് രൂപതയ്ക്കും പുതിയ അമരക്കാർ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണരൂപം ഹാജരാക്കുവാൻ ആവശ്യപ്പെട്ട ദേശീയ വനിതാ കമ്മീഷൻ. വെസ്റ്റ് ബാങ്കിൽ ആക്രമണം. ഹമാസ് നേതാവ് വിസാം ഹാസിമടക്കം 3 തീവ്രവാദികളെ ഇസ്രായേൽ സേന വധിച്ചു. വയനാട് ഉരുൾപൊട്ടൽ. ദുരിതബാധിതരെ മാറ്റി താമസിപ്പിക്കുന്നതിൽ കാലതാമസം ഉണ്ടാകരുതെന്ന് ഹൈക്കോടതി. റഷ്യൻ ആക്രമണം. ഉക്രൈനിൽ ഒരു കുഞ്ഞുൾപ്പെടെ 6 പേർ കൊല്ലപ്പെട്ടു. വാർത്തകൾ വിശദമായി. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പോലീത്തയായി മാർ തോമസ് തറയിൽ പിതാവിനെയും ശംഷാബാദ് രൂപതയുടെ മെത്രാനായി മാർ പ്രിൻസ് ആന്റണി പാണയങ്ങാടൻ പിതാവിനെയും സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് നിയമിച്ചു. 2024 ആഗസ്റ്റ് മാസം 19 മുതൽ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ കൂരിയയിൽ നടന്നുകൊണ്ടിരുന്ന മെത്രാൻ സിനഡാണ് ഇവരെ പുതിയ സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുത്തത്. ഇത് സംബന്ധമായുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നലെ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ നടന്നു. സഭയുടെ ആസ്ഥാന കാര്യാലയത്തിൽ നടത്തിയ പൊതുസമ്മേളനത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. മാർ തോമസ് തറയിൽ പിതാവിനെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പോലിത്തയായി നിയമിച്ചുകൊണ്ടുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ കൽപ്പന മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ചാൻസലർ ഫാദർ എബ്രഹാം കാവിൽപുരയിടത്തിലും മാർ പ്രിൻസ് ആന്റണി പാണയങ്ങാടൻ പിതാവിനെ ശംഷാബാദ് രൂപതയുടെ മെത്രാനായി നിയമിച്ചുകൊണ്ടുള്ള കൽപ്പന മേജർ ആർക്കി എപ്പിസ്കോപ്പൽ വൈസ് ചാൻസലർ ഫാദർ ജോസഫ് മറ്റത്തിലും വായിച്ചു. തുടർന്ന് മേജർ ആർച്ച് ബിഷപ്പ് ഇരുവരെയും ഷാൾ അണിയിച്ചും ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം പിതാവ് ശംഷാബാദ് രൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ മാർ ജോസഫ് കൊല്ലംപറമ്പിൽ പിതാവും ഇരുവർക്ക് ബൊക്കെ നൽകി അനുമോദിച്ചു. പാലാ രൂപതാധ്യക്ഷനും പെർമനന്റ് സിനഡ് അംഗവുമായ മാർ ജോസഫ് കലറങ്ങാട്ട് പിതാവ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തദ്വസരത്തിൽ സന്നിഹിതരായിരുന്ന സിനഡ് പിതാക്കന്മാരും മേജർ ആർക്കി എപ്പിസ്കോപ്പൽ കൂരിയായിലെ അംഗങ്ങളും പുതിയ നിയമനം ലഭിച്ച പിതാക്കന്മാർക്ക് ആശംസകൾ നേർന്നു. ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷനായിരുന്ന മാർ ജോസഫ് പെരുന്തോട്ടം 75 വയസ്സ് പൂർത്തിയായതിനെ തുടർന്ന് രാജിവെച്ച ഒഴിവിലേക്കാണ് ബിഷപ്പ് മാർ തോമസ് തറയിൽ നിയമിതനായിരിക്കുന്നത്. നിലവിൽ അതിരൂപതയുടെ സഹായമെത്രാനായിരുന്നു. ശംഷാബാദ് രൂപത അധ്യക്ഷനായിരുന്ന മാർ റാഫേൽ തട്ടിൽ പിതാവ് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടതിനാലാണ് 2017 സ്ഥാപിതമായ രൂപതയുടെ 2ാമത്തെ അധ്യക്ഷനായി നിലവിൽ അദിലാബാദ് രൂപത മെത്രാനായ മാർ പ്രിൻസ് ആന്റണി പാണയങ്ങാടൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്തു നിന്ന് നീക്കിയതിനു പിന്നാലെ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരെ ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള ജയരാജന്റെ കൂടിക്കാഴ്ചയെ അന്ന് മുഖ്യമന്ത്രി ന്യായീകരിച്ചുവെന്നും എന്നാൽ ഇപ്പോൾ EPക്ക് കുഴപ്പം എന്താണെന്ന് മനസ്സിലാകുന്നില്ലെന്നും VD സതീശൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രിക്ക് കൂടി വേണ്ടിയാണ് EP ജാവ്ദേക്കറെ കണ്ടതെന്ന ആരോപണം വീണ്ടും ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് കേന്ദ്രവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരായ കേസുകൾ ദുർബലപ്പെടുത്താനായിരുന്നു കൂടിക്കാഴ്ചയെന്നും ആരോപിച്ചു. ദല്ലാൽ നന്ദകുമാറുമായിട്ടുള്ള EPയുടെ ബന്ധത്തെ മാത്രമാണ് മുഖ്യമന്ത്രി തള്ളിയിട്ടുള്ളത്. പ്രകാശ് ജാവ്ദേക്കറെ കണ്ടാൽ എന്താ പ്രശ്നം? ഞാനും നിരവധി തവണ കണ്ടിട്ടുണ്ട് എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. എന്തിനാണ് മുഖ്യമന്ത്രി പ്രകാശ് ജാവ്ദേക്കറെ കാണുന്നത്? ഇപ്പോൾ അദ്ദേഹം കേന്ദ്രമന്ത്രിയൊന്നുമല്ലല്ലോ. കേരളത്തിലെ BJPയുടെ ചുമതലയുള്ള ആളാണ്. പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ എന്തിനാണ് അദ്ദേഹത്തെ കാണുന്നത്? EP ജയരാജൻ എന്തിനാണ് അദ്ദേഹത്തെ കാണുന്നത്? പോയ വഴിക്ക് വീട്ടിൽ കയറിയതാണെന്നാണ് പറഞ്ഞത്. പോയ വഴിക്ക് ഇവരാരും ഞങ്ങളുടെ വീട്ടിൽ കയറിയില്ലല്ലോ എന്നും VD സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് EP ജാവ്ദേക്കറെ കണ്ടത്. കേന്ദ്രവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരായ കേസുകൾ ദുർബലപ്പെടുത്താനാണ് കണ്ടത്. തിരഞ്ഞെടുപ്പ് കാലത്ത് EPയെ സംരക്ഷിക്കുകയായിരുന്നു ചെയ്തത്. ഇപ്പോൾ എന്താണ് ജയരാജന്റെ കുഴപ്പമെന്നാണ് മനസ്സിലാകാത്തത്. കേരളത്തിലെ CPMനും നേതാക്കൾക്കും BJPയുമായി ബന്ധമുണ്ടെന്ന കാര്യം ഉറപ്പിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ മലയാള സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണ വെളിപ്പെടുത്തലുകളിൽ നിലപാട് വ്യക്തമാക്കി മുതിർന്ന കോൺഗ്രസ് നേതാവ് ശശി തരൂർ MP. കുറ്റാരോപിതരും അല്ലാത്തവരുമായവർ സ്ഥാനം രാജിവെച്ചത് ധാർമ്മിക ഉത്തരവാദിത്തം മാത്രമല്ലെന്ന് തരൂർ അഭിപ്രായപ്പെട്ടു. മോഹൻലാൽ ഉൾപ്പെടെയുള്ള താരസംഘടനയായ അമ്മ നേതൃത്വത്തിന്റെ കൂട്ടരാജിയുടെ പശ്ചാത്തലത്തിൽ ദേശീയ മാധ്യമത്തോട് സംസാരിക്കുകയായിരുന്നു ശശി തരൂർ. സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങളിൽ പലതും പുറത്തു വരുന്നുണ്ട്. നേരത്തെയും ഇങ്ങനെയുണ്ടെങ്കിലും 2012 നിർഭയ സംഭവത്തിനും ഇപ്പോൾ കൊൽക്കത്തയിലെ ആർജിക്കർ ആശുപത്രിയിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിനും ശേഷം കൂടുതൽ ചർച്ചയാകുന്നു. ഇത്രയും വർഷമായിട്ടും ഒന്നും മാറിയിട്ടില്ലെന്നാണ് ഇത് കണക്കാക്കുന്നത്. ദിവസവും പത്രമെടുക്കുമ്പോൾ എന്തെങ്കിലും സംഭവം കാണാം.
എവിടെയെങ്കിലും ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടാകും. അത് കോളേജ് വിദ്യാർത്ഥിനിയോ കുട്ടിയോ മധ്യവയസ്കയോ ആകാം. ഈ പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഇന്ത്യൻ പുരുഷന്മാരിൽ എന്തോ കുഴപ്പമുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ചെറുപ്പം മുതൽ ബോധവൽക്കരണം നൽകണം. മറ്റെല്ലാ ചലച്ചിത്ര വ്യവസായങ്ങളിലും നടക്കുന്നുണ്ടെന്ന് എല്ലാവരും പറയുന്ന കാര്യങ്ങൾ തുറന്നുകാട്ടിയ ഇന്ത്യയിലെ ആദ്യ സ്ഥലം കേരളമാണെന്നതിൽ അഭിമാനമുണ്ട്. ഇത് ശരിയല്ല എന്ന് കേരളമെങ്കിലും എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു. സംസ്ഥാനം ഭരിക്കുന്ന CPM 5 വർഷമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മൂടിവെച്ചു. ഇത് പൊറുക്കാനാകില്ല. റിപ്പോർട്ട് കിട്ടിയ ഉടൻ പുറത്തുവിടേണ്ടതായിരുന്നു. സിനിമാ രംഗത്ത് സ്ത്രീകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കണം. ശുചിമുറികളും വിശ്രമമുറികളും വേണം. അത് കൊൽക്കത്തയിലെ ആശുപത്രിയിലായാലും സിനിമാ സെറ്റിലായാലും നിർബന്ധമാണ്. സ്ത്രീകൾക്ക് സ്വന്തം ഇടവും അവിടെ സ്വതന്ത്രരായിരിക്കാനുമുള്ള അവകാശവും അംഗീകരിക്കപ്പെടണമെന്നും തരൂർ വ്യക്തമാക്കി. ADGP MR അജിത് കുമാറിനെതിരായ SP-യുടെ ആരോപണത്തിൽ വകുപ്പ് തല അന്വേഷണം നടത്താൻ ആഭ്യന്തര വകുപ്പ്. SP സുജിത് ദാസിനെതിരെയും അന്വേഷണം ഉണ്ടാകും. അന്വേഷണം ആവശ്യപ്പെട്ട് ADGP MR അജിത് കുമാർ കത്ത് നൽകിയേക്കും. PV അൻവർ MLA-യുമായുള്ള SP സുജിത് കുമാറിന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെ ADGP-ക്കും സുജിത്തിനുമെതിരെ DGP-ക്ക് പരാതികൾ ലഭിച്ചിട്ടുണ്ട്. വിവാദങ്ങൾക്ക് പിന്നാലെ ADGP-യെ കാണാൻ ശ്രമിച്ച SP സുജിത്തിന് അനുമതി നൽകിയിട്ടില്ല. ADGP MR അജിത് കുമാറിന്റെ ഓഫീസിൽ ഇന്നലെ സുജിത് ദാസ് എത്തിയെങ്കിലും അനുവാദം നൽകിയില്ല. വിവാദ സംഭാഷണത്തിൽ SP സുജിത് ദാസിനെതിരെ നടപടിക്കാണ് സാധ്യത. പത്തനംതിട്ട SP സ്ഥാനത്ത് നിന്ന് മാറ്റാനും സാധ്യതയുണ്ട്. സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. ADGP MR അജിത് കുമാർ മുഖ്യമന്ത്രിക്കും DGP-ക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട്. അജിത് കുമാറിനെതിരെ PV അൻവർ MLA-യോട് ഗുരുതര ആരോപണങ്ങൾ SP പറയുന്ന ശബ്ദരേഖ പുറത്തു വന്നിരുന്നു. അതേസമയം PV അൻവറും മലപ്പുറം SP-യും തമ്മിലുള്ള പ്രശ്നത്തിൽ PV അൻവറിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്ന കാര്യത്തിൽ IPS ഉദ്യോഗസ്ഥർക്കിടയിലും അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. തിങ്കളാഴ്ച മുഖ്യമന്ത്രി അസോസിയേഷൻ പ്രതിനിധികൾക്ക് കാണാൻ സമയം അനുവദിച്ചിരുന്നു. സുജിത് ദാസിന്റെ ശബ്ദരേഖ പുറത്തു വന്നതിനാൽ പരാതി നൽകണ്ടെന്ന നിലപാടിലാണ് ഭൂരിപക്ഷം IPS ഉദ്യോഗസ്ഥരും. ADGP MR അജിത് കുമാറിനും പത്തനംതിട്ട SP സുജിത് ദാസിനുമെതിരെ നേരത്തെ തന്നെ PV അൻവർ MLA ഗുരുതര ആരോപണം ഉന്നയിച്ചിരുന്നു. സുജിത് മലപ്പുറം SP ആയിരുന്നപ്പോഴുണ്ടായ മരമുറി സംബന്ധിച്ചുള്ള പരാതിയിലും PV അൻവർ നൽകിയിരുന്നു. ADGP MR അജിത് കുമാർ, പത്തനംതിട്ട SP സുജിത് ദാസ് എന്നിവർക്കെതിരെ വലിയ സാമ്പത്തിക ആരോപണമാണ് അൻവർ ഉയർത്തിയത്. ഇതിലും വകുപ്പ് തല നടപടിക്ക് സാധ്യതയുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഭരണപക്ഷ MLA-യുടെ പരസ്യമായ അഴിമതി ആരോപണം സർക്കാരിനെ, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിനെ വല്ലാതെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. CPM ജില്ലാ നേതൃത്വം അൻവറിനെ വിളിച്ചു വരുത്തി സംസാരിച്ചെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് PV അൻവർ MLA. വെസ്റ്റ് ബാങ്കിൽ തുടരുന്ന ഓപ്പറേഷന്റെ 3-ാം ദിനം ഹമാസ് ഭീകര സംഘടനയുടെ മുതിർന്ന നേതാവ് വിസാം ഹാസിം അടക്കം 3 തീവ്രവാദികളെ വധിച്ചതായി ഇസ്രായേൽ സേന അറിയിച്ചു. വിസാം ഹാസിമിനെ ഇല്ലാതാക്കിയെന്നും രക്ഷപ്പെട്ടോടിയ മറ്റു 2 പേരെ വ്യോമാക്രമണത്തിൽ വകവരുത്തിയെന്നും സേന വ്യക്തമാക്കി. ജനലിൽ നഗരത്തിലാണ് 3 കൊല്ലപ്പെട്ടതെന്ന് പാലസ്തീൻ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. തുൽക്രാമിൽ നിന്ന് ഇസ്രായേൽ സേന പിൻവാങ്ങിയതായി പലസ്തീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നഗരത്തിലെ അഭയാർത്ഥി ക്യാമ്പുകൾക്കും മറ്റു കെട്ടിടങ്ങൾക്കും വലിയ നാശമുണ്ടായി. തുൽക്രാമിലെ സൈനിക നടപടിയിൽ ഇസ്ലാമിക് ജിഹാദ് ഭീകര സംഘടനയുടെ പ്രാദേശിക കമാൻഡർ അടക്കം 5 പേരെ വധിച്ചതായി ഇസ്രായേൽ സേന കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. വെസ്റ്റ് ബാങ്കിലെ മറ്റൊരു പ്രദേശമായ ടൂബാസിലെ അൽഫറ അഭയാർത്ഥി ക്യാമ്പിൽ നിന്നും ഇസ്രായേൽ സേന പിൻവാങ്ങി. ഇവിടുത്തെ ഭീകര കേന്ദ്രങ്ങൾ നശിപ്പിച്ചതായി സേന അറിയിച്ചു. ഇസ്രായേൽ സേന 2 പതിറ്റാണ്ടിനിടെ വെസ്റ്റ് ബാങ്കിൽ നടത്തിയ ഏറ്റവും വിപുലമായ റെയ്ഡിൽ 19 പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ പലരും തീവ്രവാദ സംഘടനകളുമായി ബന്ധമുള്ളവരാണ്. ഐക്യരാഷ്ട്രസഭയും ബ്രിട്ടനും വെസ്റ്റ് ബാങ്ക് റെയ്ഡിൽ ആശങ്ക രേഖപ്പെടുത്തി. റെയ്ഡിനായി ഇസ്രായേൽ സേന അവലംബിക്കുന്ന രീതികളും ജനങ്ങൾ കൊല്ലപ്പെടുന്നതും ഉത്കണ്ഠാജനകമാണെന്നും ബ്രിട്ടൻ പ്രതികരിച്ചു. സ്ഫോടനാത്മക സ്ഥിതിവിശേഷം കൂടുതൽ വഷളാക്കുന്ന നീക്കങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. അതിനിടെ പോളിയോ വാക്സിൻ ദൗത്യം നടപ്പാക്കാനായി ഗാസയിൽ പരിമിതമായ തോതിൽ യുദ്ധം നിർത്തിവയ്ക്കാൻ ഇസ്രായേലുമായി ധാരണ ഉണ്ടാക്കിയതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചു. 25 വർഷത്തിനിടെ ആദ്യമായി ഗസയിൽ പോളിയോ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിലാണിത്. US, ഈജിപ്ത്, ഖത്തർ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ നടക്കുന്ന വെടിനിർത്തൽ ശ്രമങ്ങളുടെ ഭാഗമല്ല ഈ യുദ്ധം നിർത്തിവയ്ക്കൽ. വാക്സിൻ വിതരണത്തിന്റെ ഏകോപനത്തിന് ഇസ്രായേൽ അധികൃതരുമായി സഹകരിക്കുമെന്ന് പലസ്തീനിലെ ലോകാരോഗ്യ സംഘടനാ പ്രതിനിധി റിക് പീപ്പർകോൺ പറഞ്ഞു. മുതിർന്ന CPM നേതാവ് EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി. ഇന്നലെ EP കൂടി പങ്കെടുത്ത CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റേതാണ് തീരുമാനം.
സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ തീരുമാനത്തിൽ പ്രതിഷേധിച്ചാണ് ഇന്നു നടക്കുന്ന സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കാതെ EP തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് പോയത്. EP ജാവ്ദേക്കർ ദല്ലാൽ നന്ദകുമാർ കൂടിക്കാഴ്ച വിവാദത്തിനിടയിലാണ് ഈ നടപടി. കൺവീനർ സ്ഥാനമൊഴിയാൻ EP താൽപര്യം പ്രകടിപ്പിച്ചെങ്കിലും അതിനപ്പുറത്തേക്ക് സംഘടനാപരമായി കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിക്കൊണ്ട് നടപടിയെടുക്കാൻ മുന്നണി യോഗം തീരുമാനിക്കുകയായിരുന്നു. സംസ്ഥാന സമിതിയിൽ പങ്കെടുക്കാതെ കണ്ണൂരിലേക്ക് തിരിച്ച EP വസതിയിലെത്തി. മാധ്യമങ്ങൾ കാത്തുനിന്നിരുന്നെങ്കിലും അദ്ദേഹം പ്രതികരിച്ചില്ല. ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം വീട്ടിനകത്തേക്ക് കയറുകയായിരുന്നു. EPക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കേണ്ടത് കേന്ദ്ര കമ്മിറ്റിയാണ്. എന്നാൽ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചത് EPക്ക് ഉൾക്കൊള്ളാനായില്ല. കുറച്ചു കാലമായി മുന്നണി യോഗങ്ങളിൽ പങ്കെടുക്കാതെ EP പ്രതിഷേധത്തിലായിരുന്നു. നാളെ മുതൽ പാർട്ടി ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കുകയാണ്. അതിനിടയിൽ ഇത്തരം നടപടികൾ പാർട്ടിക്ക് സാധ്യമല്ല. അതിനാൽ സമ്മേളനങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപായി നടപടി സ്വീകരിക്കുകയായിരുന്നു. BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി EP ജയരാജൻ ദല്ലാൽ നന്ദകുമാറിന്റെ സാന്നിധ്യത്തിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന വിവരം വൻ വിവാദമായിരുന്നു. EP കൂടിക്കാഴ്ച നടത്തിയെന്ന കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി നേതാക്കൾ പലരെയും കാണാറുണ്ട്. ഞാനും ജാവ്ദേക്കറെ കണ്ടിരുന്നു എന്നായിരുന്നു ഇതിൽ EPയുടെ മറുപടി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ EPയെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. BJP ദേശീയ നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ദിവസം രാവിലെ തുറന്നു സമ്മതിച്ച CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജന്റെ നടപടി രാഷ്ട്രീയ സ്ഫോടനങ്ങൾക്കാണ് തിരിതെളിച്ചത്. LDF കൺവീനർ കൂടിയായ ജയരാജനെ പരസ്യമായി കുറ്റപ്പെടുത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആളെ പറ്റിക്കാൻ ശ്രമിക്കുന്നവരുമായുള്ള കൂട്ടുകെട്ട് EP ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതബാധിതരെ മാറ്റി താമസിപ്പിക്കുന്നതിൽ കാലതാമസം ഉണ്ടാകരുതെന്ന് ഹൈക്കോടതി. ഒരാഴ്ചയ്ക്കുള്ളിൽ ക്യാമ്പിലുള്ളവരെ മാറ്റി താമസിപ്പിക്കണം. ഹോട്ടലുകളടക്കം ഏറ്റെടുത്ത് സൗകര്യം ഒരുക്കാമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ആശുപത്രി ബില്ലുകൾ സർക്കാർ തന്നെ നേരിട്ട് കൊടുത്തു തീർക്കണം. ബാങ്കുകൾ സർക്കാർ സഹായത്തിൽ നിന്നും EMI പിടിച്ചാൽ അറിയിക്കണമെന്നും ഇക്കാര്യത്തിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും കോടതി വ്യക്തമാക്കി. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ ടൗൺഷിപ്പിനെതിരായതിനാൽ ടൗൺഷിപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് അറിയിക്കാനും കോടതി നിർദ്ദേശം നൽകി. ദുരന്തബാധിതരിൽ നിന്ന് ബാങ്കുകൾ EMI ഈടാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ബാങ്കുകൾ EMI ഈടാക്കിയെങ്കിൽ സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് നൽകണം. ദുരന്തബാധിതർക്കൊപ്പം നിൽക്കാൻ ബാങ്കുകൾക്ക് ഭരണഘടനാ ബാധ്യതയുണ്ട്. ദേശസാൽകൃത ബാങ്കുകൾ വായ്പ തിരിച്ചുപിടിക്കുന്നത് തടയുന്നതിൽ നിലപാടറിയിക്കണം. കേന്ദ്ര സർക്കാർ ഒരാഴ്ചയ്ക്കകം നിലപാടറിയിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. സ്വമേധയാ എടുത്ത കേസിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. അതിനിടെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ സർക്കാർ സഹായം ആവശ്യപ്പെട്ട് കൂടുതൽ ആളുകൾ. ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറാതിരുന്ന ദുരിതബാധിതർക്ക് സർക്കാരിൽ നിന്ന് സഹായം ലഭിക്കുന്നില്ലെന്നാണ് പരാതി. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ബന്ധുവീടുകളിലേക്ക് മാറിയവരാണ് പരാതിയുമായി രംഗത്തെത്തിയത്. തകർന്ന കടകൾക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കാത്തതുമൂലം കടയുടമകളും പ്രതിസന്ധിയിലാണ്. ഉരുൾപൊട്ടൽ മൂലം സർവ്വവും നഷ്ടപ്പെട്ട് ക്യാമ്പിൽ കഴിഞ്ഞിരുന്ന കുടുംബങ്ങൾക്ക് 10,000 രൂപയാണ് സർക്കാർ അടിയന്തര ധനസഹായമായി നൽകുന്നത്. ഇതിനു പുറമെ ജീവനോപാധി നഷ്ടമായ കുടുംബത്തിലെ 2 പേർക്ക് പ്രതിദിനം 300 രൂപ വീതവും നൽകുന്നുണ്ട്. എന്നാൽ വീട്ടിൽ രോഗികളും പ്രായമായവരും ഉള്ളതിനാൽ ക്യാമ്പിൽ പോകാതെ ബന്ധുവീടുകളിലേക്ക് മാറിയവർക്ക് ഇപ്പോൾ സർക്കാരിൽ നിന്ന് സഹായമൊന്നും ലഭിക്കുന്നില്ലെന്നാണ് പരാതി. വടക്കുകിഴക്കൻ ഉക്രൈനിലെ ഹർക്കീവിൽ റഷ്യ നടത്തിയ ബോംബാക്രമണത്തിൽ ഒരു കുഞ്ഞുൾപ്പെടെ 6 പേർ കൊല്ലപ്പെട്ടു. 55 പേർക്ക് പരിക്കേറ്റു. 20 പേരുടെ നില ഗുരുതരമാണ്. റഷ്യൻ അധിനിവേശത്തിലുള്ള ഹർക്കീവിലെ ഒരു പാർപ്പിട സമുച്ചയത്തിനു നേരെയായിരുന്നു ആക്രമണം. സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള റഷ്യയുടെ ആക്രമണം തടയാൻ ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനം നൽകി സഹായിക്കണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി സഖ്യരാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചു. 12 നില പാർപ്പിട സമുച്ചയം സ്ഫോടനത്തിൽ കത്തിത്തകർന്നു. വിമാനത്തിൽ നിന്ന് ഗ്ലൈഡ് ബോംബുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. അതിനിടെ പാശ്ചാത്യ ശക്തികൾ യുക്രൈന് നൽകിയ അത്യാധുനിക അമേരിക്കൻ നിർമ്മിത F-16 യുദ്ധവിമാനങ്ങളിലൊന്ന് തകർത്തു. തിങ്കളാഴ്ച യുക്രൈനു നേർക്ക് റഷ്യ നടത്തിയ വൻ മിസൈൽ ഡ്രോൺ ആക്രമണത്തിലായിരുന്നു തകർച്ച. വിമാനത്തിന്റെ പൈലറ്റ് മരിച്ചു. റഷ്യ തൊടുത്ത 4 മിസൈലുകൾ ഈ പൈലറ്റ് വെടിവെച്ചിട്ടു. യുക്രൈൻ പക്ഷത്ത് ആദ്യമായാണ് F-16 വിമാനം തകരുന്നത്. കഴിഞ്ഞ മാസം അവസാനമാണ് ഈ വിമാനങ്ങൾ യുക്രൈന് ലഭിച്ചത്. ബെൽജിയം, ഡെൻമാർക്ക്, നെതർലാൻഡ് രാജ്യങ്ങൾ 65 F-16 വിമാനങ്ങൾ നൽകാമെന്നാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഇതിൽ 6 എണ്ണമാണ് കഴിഞ്ഞ മാസം യുക്രൈന് ലഭിച്ചത്. ഇതിനിടെ റഷ്യൻ സേന യുക്രൈനിൽ മിസൈൽ ഡ്രോൺ ആക്രമണം തുടരുന്നു. വ്യാഴാഴ്ച 74 ഡ്രോണുകളും 5 മിസൈലുകളും റഷ്യ തൊടുത്തുവെന്നും
ഇതിൽ ഭൂരിഭാഗത്തെയും വെടിവെച്ചിട്ടെന്നും യുക്രൈൻ അറിയിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ട് ദേശീയ വനിതാ കമ്മീഷൻ. ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് ഹാജരാക്കണമെന്ന് ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിൽ വനിതാ കമ്മീഷൻ ആവശ്യപ്പെട്ടു. BJP നേതാക്കളായ സന്ദീപ് വചസ്പതി, ശിവശങ്കർ എന്നിവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ദേശീയ വനിതാ കമ്മീഷന്റെ ഇടപെടൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടവർക്കെതിരെ കേസെടുത്തില്ലെന്ന് ആരോപിച്ചാണ് നേതാക്കൾ കമ്മീഷനു മുന്നിൽ പരാതിയുമായി എത്തിയത്. റിപ്പോർട്ടിലെ കുറ്റക്കാരോട് സർക്കാർ വിലപേശുന്നുണ്ടോ എന്ന് സംശയമുണ്ടെന്നും ആരോപണ വിധേയരുടെ പേരുകൾ ഒളിച്ചുവെക്കേണ്ടതില്ലെന്നും നേതാക്കൾ പറഞ്ഞു. റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടവർക്കെതിരെയല്ല ഇപ്പോൾ കേസെടുത്തിരിക്കുന്നതെന്നും നേതാക്കൾ കമ്മീഷനെ അറിയിച്ചിരുന്നു. കേരളത്തിലെ സിനിമാ മേഖലയുൾപ്പെടെയുള്ള അസംഘടിത മേഖലയിലെ ചൂഷണം അനുഭവിക്കുന്ന ആക്രമണത്തിന് വിധേയരാകുന്ന എല്ലാ സ്ത്രീകൾക്കും അവരെ ആരാണ് ദ്രോഹിച്ചത് അവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാനുള്ള ഒരവസരമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഇതാവശ്യപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന വക്താവ് എന്ന നിലയിൽ ഞങ്ങൾ പരാതി കൊടുത്തത്. എന്തായാലും ഒരാഴ്ചയ്ക്കകം ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളല്ല, അല്ലാതെ തന്നെയുള്ള ചില ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലുള്ള കേസുകളും അറസ്റ്റുകളുമാണ് നടക്കുന്നത്. പോക്സോ അടക്കം ഇതിനകത്തെ മസാല എലമെന്റ് മാറ്റിവെച്ചാൽ അന്താരാഷ്ട്ര മയക്കുമരുന്ന് മാഫിയടക്കം മലയാള സിനിമയിൽ സ്വാധീനമുണ്ടെന്ന അതീവ ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുങ്ങുന്നു. ഒക്ടോബറിൽ റഷ്യയിലെ കസാൻസിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടെ ഇരു നേതാക്കളും തമ്മിൽ ചർച്ച നടക്കാനാണ് സാധ്യത. ഇന്ത്യ ചൈന അതിർത്തി തർക്കം പരിഹരിക്കുവാനുള്ള നയതന്ത്ര നീക്കങ്ങൾ ശക്തമാക്കുന്നതിനിടയിലാണ് ഉന്നത നേതാക്കളുടെ കൂടിക്കാഴ്ചയ്ക്ക് ആലോചന നടക്കുന്നത്. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഭിന്നത പരമാവധി കുറച്ചുകൊണ്ടുവരുമെന്ന് ഇന്നലെ നടന്ന ജോയിന്റ് സെക്രട്ടറി തല ചർച്ചയ്ക്ക് ശേഷം ഇന്ത്യയും ചൈനയും അറിയിച്ചിരുന്നു. സൈനിക തലത്തേക്കാൾ പ്രാധാന്യം നയതന്ത്ര തല ചർച്ചയ്ക്കാണ് തൽക്കാലം നൽകുന്നതെന്ന് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു. ഇതിനിടെ പാകിസ്ഥാനുമായി ചർച്ച തൽക്കാലമില്ല എന്ന നിലപാട് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ആവർത്തിച്ചു. പാകിസ്ഥാനുമായി ഉപാധികളില്ലാത്ത ചർച്ചയുടെ കാലം അവസാനിച്ചുവെന്നും ജയശങ്കർ പറഞ്ഞു. അതിനിടെ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ രാജ്യത്തലവന്മാരുടെ യോഗത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഔദ്യോഗികമായി പാകിസ്ഥാൻ ക്ഷണിച്ചത് കഴിഞ്ഞ ദിവസമാണ്. ഒക്ടോബർ 15-16 തീയതികളിൽ പാകിസ്ഥാനിൽ നടക്കുന്ന യോഗത്തിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചത്. അതേസമയം ക്ഷണത്തിൽ ഇന്ത്യ ഇതുവരെ പ്രതികരണം അറിയിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നടന്ന ഷാങ്ഹായ് യോഗത്തിൽ പാകിസ്ഥാനെ ഇന്ത്യ ക്ഷണിക്കുകയും പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വീഡിയോ ലിങ്ക് വഴി യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അതേസമയം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായിരിക്കുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നേരിട്ട് പാകിസ്ഥാനിലെ യോഗത്തിൽ പങ്കെടുക്കില്ലെന്നാണ് സൂചന. പകരം കേന്ദ്രമന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ അയക്കാനാണ് സാധ്യതയെന്നും ഈ രംഗത്തെ വിദഗ്ധരെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ജൂലൈയിൽ കസാഖ്സ്ഥാനിൽ നടന്ന SCO വാർഷിക ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുത്തിരുന്നില്ല. പകരം വിദേശകാര്യമന്ത്രി S. ജയശങ്കറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അസ്താന ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്തത്. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.